ഹലോ ഗൈസേ, ഷിയാസ് കരീമിൻ്റെ ഷുഗർ മമ്മിയാണോ ഈ പറഞ്ഞിട്ടുള്ള ലേഡി, 60 വയസ്സ് പ്രായമുള്ള ലേഡി എന്ന രീതിയിൽ പലരും കമൻറ്റ് ചെയ്യുന്ന കണ്ട് ഗൈസ്. അതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി തോന്നിയുള്ള കമൻറ്റുകളിലൊന്ന് ഞാൻ ഇവിടെ ഒന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കും ഗൈസ്. അതിൽ പറയുന്ന ഒരു സംഭവം എന്താ വെച്ചാൽ, ബിഗ് ബോസിൽ വന്നപ്പോൾ ഷിയാസ് കരീം വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരാളാണെന്ന് തോന്നിയത്. വളരെ പാവം പിടിച്ച ഒരാൾ എന്നുള്ള ലെവലിൽ. പിന്നീട് സംഭവം എന്താ വെച്ചാൽ, ബിഗ് ബോസിന് പുറത്ത് വന്നതിന് ശേഷം മൂപ്പര് വളരെ റിച്ചായ രീതിയിലുള്ള ഒരു ഔട്ട്ഫിറ്റുകളും മൂപ്പര് അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലാണ് കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നി ആ പാവം എന്തായാലും രക്ഷപ്പെട്ടല്ലോ എന്നുള്ളൊരു സംഗതി. പിന്നീട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, മൂപ്പർക്കെതിരെ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ വന്നതിന് ശേഷം, അലിഗേഷൻസ് ഒക്കെ വന്നതിന് ശേഷം മൂപ്പര് പറയണം, മൂപ്പത്തിർക്ക് തോന്നിയുള്ളൊരു സാധനം, ആ കമൻ്റ് ഒരു ലേഡിയാണ് ഇട്ടുള്ളത്. മൂപ്പര് പറയണത്, അതായത് ഷിയാസ് കരീം ഒരു പേര് കേട്ട ജിഗോളോ ആയിരുന്നോ എന്നൊരു സംശയം ബലപ്പെട്ടു എന്നൊരു സംഗതിയാണ്. അതായത് നിങ്ങളുടെ ഷുഗർ മമ്മീസ്, ഇവർ ഷുഗർ മമ്മിയാണെന്നല്ലട്ടോ ഞാൻ പറയുന്നത്, അങ്ങനെ ജിഗോളോ ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ പോയി ആ ലേഡീസായിട്ട് അങ്ങനെ സംഭവം കാശുള്ള ആളുകൾ അവർക്ക് സർവീസ് ചെയ്ത് കൊടുത്ത് ആ സർവീസ് ഫീ വാങ്ങുന്ന പോലെ അത് വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന പോലുള്ള ഒരു വൈബിലുള്ള സംസാരങ്ങളൊക്കെ ആയിട്ടാണ് ഇത് തോന്നിയത് എന്നൊരു സംഭവം. അതിൻ്റെ കൂടെ അവർ പറയുന്നൊരു സംഭവം എന്താ വെച്ചാൽ, കമൻറ്റിൽ പറയുന്നൊരു സംഭവം എന്താ വെച്ചാൽ, ഇത് ഒരു കൂട്ടം ആളുകൾ, ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വന്നവരും അല്ലാത്തവരും ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയുള്ള സെലിബ്രിറ്റീസും ഒക്കെ ഇങ്ങനെ ജിഗോളോ, മെയിൽ ജിഗോളോ, ഫീമെയിൽ ജിഗോളോന് വേറെ പേര് പറയും. എന്തായാലും സംഭവം, ഞാൻ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവേണ്ടി തോന്നും. ഇത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പറന്നു പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവിടെ പ്രോഗ്രാം, ഇവിടെ പ്രോഗ്രാം, ദുബായിൽ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്ന ആളുകൾ, ഇങ്ങനെയുള്ള അവരൊക്കെ ഈ ഒരു രീതിയിലുള്ള സെറ്റപ്പിലാണോ കാശുണ്ടാക്കുന്നത് എന്നുള്ളൊരു സംശയം ഇല്ലാതില്ല എന്നൊരു സംഗതി. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് രേണുസുധി അങ്ങനെയുള്ള കുറേ ആളുകളിലേക്കാണ് ഈ ഒരു സംശയങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇവർ പറയുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള ഒരു രീതിയിലാണോ ഈ സോ കോൾഡ് സെലിബ്രിറ്റീസ് പെട്ടെന്ന് റിച്ച് ആവുന്നത് എനിക്ക് തോന്നിപ്പോകുന്നു എന്നൊരു സംഗതി. അത് ഒരുപാട് കണക്ഷൻസ്, ഒരുപാട് കാശുള്ള ആളുകളായിട്ടുള്ള നെറ്റ്വർക്കിംഗ്, ഡയറക്റ്റ് മീറ്റ്, അത് എല്ലാത്തിനും അതിൽ മൊത്തത്തിൽ ഈ സെക്ഷൽ മീറ്റ് ഉണ്ടാവണമെന്ന് അങ്ങനെയാണ് നിർബന്ധമില്ല ഗൈസ്. പക്ഷേ ഇന്നത്തെ കാലത്ത് സെക്സ് എന്ന് പറയുന്നത് അങ്ങനെ ടാബു സബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല. ആളുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങി. ഡയറക്റ്റായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആളുകളായിട്ട് സെക്ഷൽ സംഗതിയിൽ ഇടപെടാൻ തുടങ്ങി. ആളുകൾ ഫ്രണ്ട്സ് അങ്ങോട്ട് കാശ് ചോദിക്കുന്നു, കൊടുക്കുന്നു എന്നുള്ള പറഞ്ഞ പോലെ തന്നെ ഇവർ ഈ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൻ്റെ പേരിലോ ലിവിങ് ടുഗദറിൻ്റെ സെറ്റപ്പിലോ ഒക്കെ ആയിട്ട് എന്താ വെച്ചാൽ കാശ് വയ്ക്കുന്നു, വളരെ സ്വാതന്ത്ര്യത്തോട് കാശ് വയ്ക്കുന്ന ഒരു സംഗതി. പിന്നീടൊരു ചീറ്റിംഗ് ആയിട്ട് തോന്നുന്ന സമയത്ത് അത് കംപ്ലൈൻ്റ് ആയിട്ട് മാറുന്നു. ഇവിടെ ഒരു പീഡന പരാതി വന്നിട്ടില്ല കേസ്, ഇല്ല. ഇവിടെ പറയുന്നത് ലിവിങ് ടുഗദർ ആ ഒരു രീതിയിലായിരുന്നു. പിന്നെ ട്രോമ എന്ന് മെൻ്റലി അതേപോലെ ഫിസിക്കലി ഒക്കെ ചൂഷണം ചെയ്തു, സെക്ഷലി ഒക്കെ ചൂഷണം ചെയ്തു, ഫിനാൻഷ്യലി ഒക്കെ ഒരുപാട് കാശ് വാങ്ങി, ഈ ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതൊരു ചീറ്റിംഗ് സാധനമായിട്ടാണ് ഇതിലേക്ക് അത് പോകുന്നത് കേസ്. അപ്പോൾ എനിക്കും തോന്നിയുള്ള സാധനം എന്താ വെച്ചാൽ, പല ആളുകളും ഇങ്ങനെ ഈ ഒരു സാധനമാണ്, പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്ന അല്ലെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ള, അവിടെ 60 വയസ്സ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ പലരും ഇങ്ങനെ പറയും, ആധികാരികമായിട്ട് പറഞ്ഞിട്ട് 60 വയസ്സ് പ്രായമുള്ള അമ്മയോളം പ്രായം ചെയ്യുന്ന ഒരു സ്ത്രീയോട്, അത് മൂപ്പരെന്നെ പറഞ്ഞ സാധനം, സ്ത്രീയോടാണോ സെക്ഷൽ റിലേഷൻഷിപ്പ്, ഭാര്യയോട് സഹതാപം തോന്നുന്നത്. ഇതൊരു കാര്യം പറയട്ടെ കേസ്, ഒരു ചെങ്ങായി പെട്ടെന്ന് എളുപ്പത്തിൽ റിച്ചായി മാറുന്ന സമയത്ത് ബിസിനസ് അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ പിന്നീട് ബിസിനസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടാകില്ല. അപ്പോൾ ഇവരുടെ ഒരു ആൻറ്റീസിഡൻ്റ് എന്ന ബാക്ക്ഗ്രൗണ്ട് എന്തായതിനെക്കുറിച്ച് ധാരണ ഇല്ലാണ്ടാണ് കെട്ടിച്ചു വിടുന്നത്. പിന്നെ വേറെ ഒരു മൂപ്പരനെ പറയുന്ന ഒരു വർത്തനം നോക്ക്, കൊഞ്ചലടി ആ ഒരു രീതിയിലൊക്കെ വരണം തൊട്ടാ. അപ്പോൾ ഒരു പ്രായമൊന്നും കൂടി വിഷയമില്ല കേസ്. അത് ഏത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ. ഇപ്പോൾ കോളേജുകളിൽ ടീച്ചേഴ്സിന് എത്ര പ്രായം വ്യത്യാസം ഉണ്ടായിരിക്കും, ആ ടീച്ചേഴ്സിനെ പേരെടുത്ത് വിളിക്കുന്നുണ്ട്. അതൊക്കെ ഇന്നത്തെ ഒരു പുതിയ തലമുറയുടെ ഒരു അവസ്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏജ് അല്ല, നമ്മൾ ആ വ്യക്തിക്കാണ് പ്രാധാന്യം കൊടുക്കുക. ഞാൻ ഇതിനെ ന്യായീകരിച്ച് സംസാരിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സംഭവം എന്താ വെച്ചാൽ, 60 വയസ്സുള്ള ഒരാൾ അല്ലെങ്കിൽ 55 വയസ്സുള്ള ഒരാൾ, ഇപ്പോൾ 22 വയസ്സുള്ള ആണും 75 വയസ്സുള്ള പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്നില്ലേ. അപ്പോൾ ഞാൻ പ്രായത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയുകയാണ്, ഞാൻ ഈ കേസിൻ്റെ ഇതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നതല്ല. അപ്പോൾ ഇങ്ങനെ എനിക്ക് പേഴ്സണലി അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുള്ള കുറച്ച് അറിവുകളുടെ ഒരു സംഭവമുണ്ട്. പല ആളുകളും എന്താ വെച്ചാൽ, പെണ്ണുങ്ങളിങ്ങനെ സ്ത്രീകളിങ്ങനെ പീഡിപ്പിച്ചിട്ടും, അതായത് അവരായിട്ട് ഒരു വൈഫ് സ്വാപ്പിങ് അങ്ങനെയുള്ള കുറേ സംഗതികൾ ചെയ്തിട്ടും, അല്ലെങ്കിൽ രാത്രി സമയത്ത് പോയിട്ട് സെക്ഷൽ പരിപാടികളൊക്കെ ചെയ്തിട്ടും, അതായത് ഭർത്താവും ഭാര്യ ഉള്ള സമയത്ത് ഭാര്യ മാത്രമായിട്ട് അങ്ങനെ വിളിക്കും, അല്ലെങ്കിൽ ഭർത്താവ് ചിലപ്പോൾ ഗൾഫിലായിരിക്കും അങ്ങനെ ഒരു സംഭവം, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയുള്ള സമയത്ത് ഇവർ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഭർത്താവും ഭാര്യ അവരുടെ ഇടയിൽ ഈ ഒരു ചിങ്ങായി. അപ്പം അങ്ങനെയൊക്കെയുള്ള റിലേഷൻഷിപ്പുകളൊക്കെ ആയിട്ടുള്ള കുറേ ആളുകൾ അങ്ങനെ പോയിട്ട് പിന്നീട്, അല്ലെങ്കിൽ ഭർത്താവ് ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ വിഷയമാവും. അപ്പോൾ മര്യാദയ്ക്ക് നീ എനിക്ക് പൈസ തന്നോ, ഇത്ര രൂപ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കാശും ഒക്കെ വാങ്ങുന്ന ഒരുപാട് അങ്ങനെ വാങ്ങിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഗൈസ്. കുറേ സാധനങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇവർ വല്ല ഹീറോയിസം പോലെയാണ് പലരും ചെയ്യുന്നത്, കാണുന്നത്. അപ്പം ഇത് പുറത്തു വരുന്നത് വളരെ കുറച്ചാണെന്ന് മാത്രം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചപ്പോൾ പല ആളുകളും പറയുന്നത് കേട്ടു, ബിഗ് ബോസ് വഴിയാണ് നിങ്ങളുടെ ആളുകൾ ഉണ്ടാവുന്നത്, അങ്ങനെയൊക്കെ പറയാൻ പറ്റിയ കേസ്. പിന്നെ പലരും പറയുന്നുണ്ട് ഷിയാസിൻ്റെ ഭാര്യയുടെ കാര്യം ഓർത്ത് സഹതാപം തോന്നും, സങ്കടം തോന്നുന്നതൊക്കെ. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴുള്ള അവസ്ഥ ആലോചിച്ചില്ല. അപ്പോൾ ഇതൊക്കെ പരസ്പരം അറിയാവുന്ന ആളുകൾ കൂടിയാണ് തോന്നുന്നത് ഇവർക്ക് വേറൊരു ലൈഫാണ് കേസ്, വേറൊരു ലൈഫാണ്. എന്തായാലും ഇവരുടെ കയ്യിൽ ഒരുപാട് കാശുണ്ട്, അതാണ് ഒരു സംഭവം. മാന്യമായ രീതിയിൽ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ സ്ട്രഗിൾ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇവിടെ നിലനിന്ന് പോകാൻ ഭയങ്കര പാടാണ് കേസ്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഷുഗർ ഡാഡി, ഷുഗർ മമ്മി, ഇങ്ങനെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനൊക്കെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ആളുകൾ കയറിയിട്ടൊക്കെ പെട്ടെന്ന് ക്ലിക്കാവുന്നുണ്ടായിരിക്കും. പിന്നെ വേറെ കാര്യമുണ്ട്, ഇവിടെ അങ്ങനെ ലോ പ്രൊഫൈൽ മൂപ്പര് കീപ്പ് ചെയ്യണമായിരുന്നു. മൂപ്പർക്ക് ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഒരു പാസ്റ്റുള്ള ഒരു സമയത്ത് എന്നൊക്കെ. അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഇവിടെ തോന്നുന്നതെന്നല്ല, എൻ്റെ ബലമായ സംശയം. അല്ല, അങ്ങനെയാണ് തോന്നുന്നത് കേസ്, സംശയം മാത്രമല്ല, ഒരു ഉറപ്പ്. BJP അന്ന് ബീഫ് വിഷയം എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അനുമോള് ബീഫ് കഴിക്കാത്തത് നീ BJPക്കാരിയായോ എന്നുള്ളൊരു സാധനം അങ്ങനെ ചോദിച്ചത് കൊണ്ട് മൂപ്പർക്കിട്ടൊരു പണിയും രീതിയിലാണ് മൂപ്പർക്കെതിരെയുള്ള ഈ ഒരു സംഭവ തെളിവുകൾ എന്നുകൊണ്ട് കർമ്മ ന്യൂസിലും ജനം TV യിലൊക്കെ വരുന്നതെന്നൊരു സംഗതി പറഞ്ഞു. മൂപ്പരങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം അവിടെ വരുന്നത്. എന്തായാലും ഷിയാസ് കരീമിനെ പോലുള്ള ഒരുപാട് ആളുകളുണ്ട് കേസ്, നമ്മുടെ ചുറ്റുമുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ഷിയാസ് കരീമിനെ പോലുള്ള ആളുകളും പെണ്ണുങ്ങളുണ്ട് കേസ്, ഉണ്ട്, ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ കാര്യം എന്താ വെച്ചാൽ, പല ആളുകളും പറഞ്ഞു 60 വയസ്സുള്ള ഒരുത്തിയായിട്ട് റിലേഷൻഷിപ്പ്. ചില ആൾക്കാർ വേറെ രീതിയിൽ ഈ സാധനത്ത് നോക്കിക്കണം. അതായത് ഇങ്ങനെയുള്ള കേസുകൾ, ഇങ്ങനെയുള്ള ഇൻസിഡൻസ് വരുന്ന സമയത്താണ് സദാചാര മലയാളിയുടെ ഒരു വേറൊരു സൈഡ് കൂടി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക കേസ്. ആളുകൾ എത്രത്തോളം പുരോഗമനപരമായിട്ടാണ് ജീവിതത്തെ നോക്കിക്കാണുന്നത്, റിലേഷൻഷിപ്പുകൾ നോക്കിക്കാണുന്നൊക്കെ. ഞാൻ ഈ വീണ്ടും പറഞ്ഞു, ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ മെറിറ്റിനെ താഴ്ത്തിയിട്ടല്ല സംസാരിക്കുന്നത്. അത് ആളുകൾ കമൻറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വേറെ കുറേ സാധനങ്ങൾ ഇവരിങ്ങനെയാണല്ലേ കാണുമ്പോൾ. അതിലൊന്നാമത്തെ പോയിന്റ് തന്നെ ഞാൻ പറഞ്ഞു, ഒന്ന് ഷുഗർ മമ്മി ആയിരിക്കാം എന്നുള്ളൊരു സംഭവം അവിടെ പറഞ്ഞു. അത് ചീറ്റിംഗ് ആണെന്ന് തോന്നിയപ്പോൾ അവർ കംപ്ലൈൻ്റ് ആയിട്ട് വന്നു. കൊഞ്ചല്ലേ നിനക്ക് എന്നോട്, അതായത് ഇവൻ അങ്ങനെയൊക്കെ പറയണ്ടായില്ല. അപ്പോൾ ഈ 60 വയസ്സിൻ്റെ ബാരിയറൊന്നും അവിടെ ഇല്ല കേസ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിലൊരു സംഭവം എന്താ വെച്ചാൽ, മറ്റേ ഷിയാസിനെ ഷിയു എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ഇക്കാന്നൊന്ന് പബ്ലിക്കായിട്ട് വിളിക്കല്ലേ എന്ന് പറയും. ഇപ്പോൾ ഇത്രയും പ്രായത്തിന് വ്യത്യാസം ഉണ്ടായിട്ട് ഇക്കാന്ന് വിളിക്കണ്ടെങ്കിൽ അത് ആ പ്രായത്തിൻ്റെ ഒരു ഇതല്ല, ഒരു റിലേഷൻഷിപ്പിൽ അവർ ആ വ്യക്തിയെ കാണുന്ന എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതിൻ്റെ ഒരു സംഗതിയാണ്. പിന്നെ വേറൊരു സംഭവം, ലവ് ചിഹ്നമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഷിയാസിനോട് ഇഷ്ടമാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുമ്പോൾ, പ്രേമമാണ് തിരിച്ചറിയുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്നുള്ളൊരു സാധനം. ഒരു പക്ഷേ അവരങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതായിരിക്കാം, അവർ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ഒരുത്തിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ചില ആളുകൾ ഒരു മതമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് ഒരംഗങ്ങൾ ഒരു കാര്യത്തെ കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന, അടിപൊളിയായിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന, വിറ്റ് പോകാൻ പറ്റുന്ന ഒരു സംഗതിയാണല്ലോ മതം. അപ്പോൾ ആ രീതിയിലായിരിക്കും മതം കയറി വരുന്നത് തോന്നുന്നു കേസ്. അപ്പോൾ ഇതിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ അങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളായിട്ട് ആരും ഇല്ലാത്ത, അങ്ങനെ ഒരു ലൈഫിൽ കാശ് ഒരുപാടുള്ള ആളുകൾക്ക് പലപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ റിലേഷൻഷിപ്പുകൾ അവർ അങ്ങനെ കയറിപ്പോവാനോ അല്ലെങ്കിൽ അകപ്പെടാനോ സാധ്യതയുണ്ട് കേസ്. ഒരു സ്റ്റേജ് കഴിയുമ്പോഴേക്കും മനസ്സിലാവുണ്ടായിരിക്കും ഇവർ കാശ് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ സെക്ഷുവലായിട്ടുള്ള ഈ ഒരു സാധനം കണ്ടിട്ടാണ് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, കൂടെ നിന്നിട്ടുണ്ടായിരുന്നു, ഷിയാസിനെ പോലുള്ള ആളുകൾ നിന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ മനസ്സിലാവുണ്ടായിരിക്കും. ഇത് എന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുള്ളൊരു സാധനം എന്താ വെച്ചാൽ, ഷിയാസ് വരുന്നുണ്ട്, ഞാൻ കല്യാണം കഴിക്കാൻ പോവാണ്, അവൾക്ക് ഐഫോൺ വാങ്ങിക്കൊടുക്കണം, ഞാൻ കല്യാണം കഴിച്ചാൽ നിനക്ക് റെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഞാൻ അങ്ങോട്ട് വരും നല്ല ഭക്ഷണം കഴിക്കാൻ, അല്ല നിനക്ക് എന്നോട് പ്രേമുണ്ടെങ്കിൽ നീ ഇതിങ്ങനെ പബ്ലിക്കായിട്ട് സ്റ്റോറീസോ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടൊന്നും എന്താ, ഞാൻ നിൻ്റെ അണ്ണാക്കിൽ വായിൽ എന്താ അടിച്ചു തരും, നീ അത് കുടിച്ചോ എന്നൊക്കെ. ആ സംഭവമൊക്കെ പറഞ്ഞ സാധനം എന്താ ഗൈസേ? അപ്പോൾ ഇവിടെ എന്നിട്ട് പറയുകയാണ്, എനിക്കും വേണ്ട ഒരു ജീവിതം, ഞാൻ കല്യാണം കഴിച്ചിട്ട് ജീവിക്കണ്ട, എനിക്കെന്തായാലും അവളെ കല്യാണം കഴിക്കണം, കൊച്ചുണ്ടാവണം, ആ കൊച്ചിനെ നിനക്ക് പൊന്നായിരിക്കണ്ടേ എന്നൊക്കെ. അപ്പോൾ ഇതിലൊരു സംഭവം എന്താ വെച്ചാൽ, ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സംഭവം. അപ്പോൾ ഇതിനിങ്ങനെ നിന്ന് കൊടുക്കുന്ന ആളുകളുണ്ട്. പിന്നെ ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് മനസ്സിലാവുക അതൊരു ചീറ്റിംഗ് കാണുന്നുള്ള സംഭവം. അപ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ട് പോകും, ചില ആളുകൾ പറയൂല. അങ്ങനെയൊക്കെ ഒരു സംഭവമാണ്. എന്തായാലും വലിയ രീതിയിൽ റിച്ച് ആവാനുള്ള ഒരു സാഹചര്യങ്ങൾ ഇന്നത്തെ സമൂഹത്തിലൂടെ ഉണ്ട്. ഇപ്പോൾ രേണുസുധിയെക്കുറിച്ച് ഇങ്ങനെ പലരും പറയുന്നുണ്ട്, വേറെ പല ഇടപാടുകൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരിക്കാം, വേറെ പല സാധനങ്ങൾ കൈമാറ്റം ഉണ്ടായിരിക്കാം, ദുബായിലൂടെ പോകുന്നത് വേറെ പല പരിപാടിക്കായിരിക്കാം എന്നൊക്കെ. എന്തായാലും സോഷ്യൽ മീഡിയ സ്റ്റാറുകൾ, സൂപ്പർ സ്റ്റാറുകളൊക്കെ ഇങ്ങനെയുള്ള പല കണക്ഷൻസും, നല്ല ശരീരം ഉണ്ടെങ്കിൽ നല്ല വർത്തമാനം പറഞ്ഞ് നിൽക്കാനുള്ള
ഒരു കഴിവുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കാശുണ്ടാക്കുക എന്നുള്ളതിലൊരു തെളിവാണ് ഷിയാസ് കരീം ഗൈസ്. അത് നല്ല ചീത്ത എന്നുള്ളത് ഷിയാസ് കരീമിൻ്റെ ഒരു സാധനം. ഇപ്പോൾ പറയുന്നുണ്ട് പല പെട്ടെന്ന് ഇന്നും പല റിച്ചായിട്ട് കാണുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു ഹിസ്റ്ററിയൊക്കെ പലർക്കും ഉണ്ടായിരിക്കും. ഒന്നല്ലെങ്കിൽ പെണ്ണുങ്ങളെ പറ്റിച്ചതുകൊണ്ടോ സെക്ഷൽ അങ്ങനെയുള്ള ഇൻസിസ്റ്റ്, ഷുഗർ മമ്മി, ഷുഗർ ഡാഡി എന്നുള്ള രീതിയിലുള്ള ആ ഒരു രീതിയിൽ പോയ ആളുകളോ, അല്ലെങ്കിൽ വല്ല കഞ്ചാവിൻ്റെ പരിപാടികളോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സാധനങ്ങളാണ് ഇപ്പോൾ ചില ആളുകൾ ഹാൻഡ്സ് വിറ്റിട്ട് കാശുണ്ടാക്കുന്ന കുറേ ടീംസ് ഉണ്ട്. അവരെ പോലീസ് പിടിക്കും, പിന്നെ അതൊന്ന് പോരും, പിന്നെ ഇത് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള ഒരു ടീംസ്. ഇവർക്കൊക്കെ ഒരുപാട് ഹോൾഡുകൾ ഇങ്ങനെയുള്ള സംഭവം. ഇപ്പോൾ ഷിയാസ് കരീമിനൊക്കെ ഇതൊക്കെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ വേറൊരു മുഖത്ത് എന്താ സുകന്യാണ് എന്തോന്നും ഒരു ആക്ടിവിസ്റ്റ് എന്തോന്ന് അവരോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ കുറേ മെസ്സേജുകളൊക്കെ ലീക്കായിട്ട് കിട്ടുന്നുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെയാണ് ആളുകൾ സംസാരിക്കുന്നത് പറയുമ്പോൾ അവൻ പറയുന്നത് ഞാൻ അനാവശ്യമായിട്ട് ആരോടും അങ്ങനെ ഒന്നും സംസാരിക്കില്ല. അപ്പോൾ പറയുകയാണ് നിങ്ങൾ BJPക്കാർ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ സംഭവം എന്നൊക്കെ. അപ്പോൾ ഇവനിത് ഹീ ഫീൽസ് പ്രൗഡ് ഓഫ് ഹിംസെൽഫ്. അവനിതൊന്നൊരു വിഷയമായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇതാണ് ഒരു സംഭവം. അപ്പോൾ എന്തായാലും ഒരു കാര്യമുണ്ട്, ഇന്നത്തെ കാലഘട്ടത്തിൽ റിലേഷൻഷിപ്പുകളെ പ്രായത്തിൻ്റെ പേരിലുള്ള ഡിസ്ക്രിമിനേഷൻ ഇതൊന്നും കാര്യമില്ല കേസ്. പിന്നെ പല ആളുകളും എന്താ വെച്ചാൽ ഒരു ലീഗൽ ഏജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് അവരവരുടേതായ രീതിയിൽ ബന്ധപ്പെടാനും ബന്ധം സ്ഥാപിക്കാനും ഒക്കെ ഉള്ള ഒരു സംഭവമുണ്ട്. അത് മറ്റൊരാൾക്ക് ചീറ്റിംഗ് ആയിട്ട് തോന്നുന്നവരെ അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ ചീറ്റിംഗ് ആയി തോന്നുന്ന സമയത്ത് പിന്നെ അതിൻ്റേതായ രീതിയിൽ സംഗതികൾ പോകുന്നുണ്ടായിരിക്കും. ഒരു കാര്യം വെച്ചൊക്കെ ഇത് ഇവർക്ക് ചീറ്റിംഗ് ആയി തോന്നണ വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടുപേരും അടിച്ചു പൊളിച്ച് ജീവിച്ച ടീംസായിരിക്കും അല്ലേ. അപ്പോൾ സംഗതി കളിച്ച് അതിൽ ഷിയാസ് കരീമിൻ്റേതായ കാര്യങ്ങളൊക്കെ നടക്കും ചെയ്യും, ഒരുപാട് കാശ് കിട്ടും, അവൻ്റെ ഒരു സെക്ഷലായിട്ടുള്ള സംഗതികൾ അവർ കിട്ടുന്നുണ്ടായിരിക്കും, തിരിച്ച് അവൻ അതും ഓഫർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഒരു ജിഗോളോ ആയിരുന്നു അവൻ എന്നുള്ള ഒരു സംഗതിയിലേക്ക് പോകുന്നത്. അതാണ് ഈ അവൻ പറയുന്നുണ്ട് ഹെൽത്ത് ഈസ് വെൽത്ത് ഇത്. അപ്പോൾ അവൻ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ശരീരം കാത്തു സൂക്ഷിക്കുന്ന ഒരുത്തെ ചൊങ്കനായിട്ട് നടന്നിട്ട് ഇങ്ങനെയുള്ള രീതിയിൽ കാശുണ്ടാക്കുന്ന ഒരു സംഭവം. അല്ലാതെ അവൻ്റെ ഒരു ഫ്രീഡത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഒരാൾ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാകാനൊക്കെ എല്ലാവർക്കും അവരവരുടേതായ ഫ്രീഡം ഉണ്ട് നമ്മളിങ്ങനെ പറയുമ്പോഴും ഇതിൽ ഇങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്താണ് ഇപ്പോൾ ഒരാളുടെ കമൻറ്റ് കണ്ടേഴ്സ് പറയുന്നത് ഷിയാസിൻ്റെയൊക്കെ ഒരു ഭാഗ്യം എന്നുള്ളൊരു സംഭവം. അപ്പോൾ അതെന്ന് വെച്ചാൽ എല്ലാവരെയും കൊണ്ട് സാധിക്കില്ല ഗൈസ്. ഇതൊരു എന്താ പറയുക ഒരു സംഭവം. എന്തായാലും ഷിയാസ് കരീം പെട്ടു എന്ന് പറയാൻ പറ്റില്ല. ഇത് കുറച്ച് ദിവസം ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇവന് ഫാമിലി ഇല്ലേ, ഇവൻ്റെ ഭാര്യ വീട്ടുകാരൊക്കെ അപ്പോൾ ഇതൊക്കെ കാണൂലേ, അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ. ഏകദേശം ഒരു കാര്യം പറയട്ടെ, ഇത് ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളുടെ ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ തന്നെ വേറൊരു രീതിയിലുള്ള സംഭവമായിരിക്കും ഗൈസ്. അപ്പോൾ ഇത് വലിയ കാര്യമൊന്നുമില്ല. ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകൾ നിങ്ങളുടെ വിവാദങ്ങളും സംഗതികളൊക്കെ വരുന്ന സമയത്താണ് അവർക്കുള്ള വിസിബിലിറ്റി കൂടുക, അങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ അവന്മാർ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്തിട്ട് അങ്ങനെ ജീവിക്കുന്ന ടീംസ് ആയിരിക്കും. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ജിമ്മ് തുടങ്ങാനാണ് 65 ലക്ഷം എന്നുള്ളൊരു സംഗതികൾ പറയുന്നുണ്ട്. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് ഇതൊന്നും വലിയ വിഷയമായിട്ട് തോന്നില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി ഇത് മറക്കും എന്നുള്ളൊരു സാധനം കൂടി ഉണ്ടായിരിക്കും. എന്തായാലും ഒരു കാര്യമുണ്ട് കേസ്, നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള അതായത് ഇപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട്, ഇപ്പോൾ ആ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെ വ്യത്യസ്ത ആംഗിളുകളിൽ നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്, അല്ലാണ്ട് ഒരാളുടെ ഭാഗം പിടിച്ചുകൊണ്ട് അങ്ങനെ ഒരു സംഭവമല്ല. അപ്പോൾ ചില ആളുകൾ ആ സ്ത്രീയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇവനായിട്ടുള്ള ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ആ പെണ്ണിനെ വേണം പറയാമെന്നൊക്കെ, തള്ളേനെ വേണം പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രീതിയിൽ തന്നെ വാക്കുകൾ ഉപയോഗിച്ച് അങ്ങനെ ശൈലിയിൽ സംസാരിക്കുന്ന ആളുകളുണ്ട്. കമൻറ്റ് സെക്ഷനിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് അത് കമ്പി ചാറ്റുകളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നു പറഞ്ഞത് കുറേ സംഭവം. കർമ്മ ന്യൂസ് 17 മിനിറ്റിന് എന്തോ ഓഡിയോ ഒക്കെ വീഡിയോ ആയിട്ടൊക്കെ പ്ലേ ചെയ്തിട്ടുണ്ട്, തെളിവുകൾ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊരു സംഭവം എന്താ വെച്ചാൽ ഈ ഒരു കാര്യം പറ്റുമെങ്കിൽ പലരും ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ അവർക്കൊരു പാർട്ട്ണർ ഇല്ലാണ്ടെയും അവർ കെയർ ചെയ്യാൻ ഒരാളില്ലാണ്ടെയും എന്നൊക്കെ മുമ്പ് എന്താ വെച്ചാൽ ഏത് ക്ലാപ്പനായാലും കുഴപ്പമില്ല, ഒരാൾ നമ്മളെ കെയർ ചെയ്യാനുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചു നോക്കിയ ആളുണ്ടല്ലോ, ഉറങ്ങി വെച്ചൊക്കെ ആളുണ്ടല്ലോ, ചാറ്റ് ചെയ്യാൻ ആളുണ്ടല്ലോ, വീഡിയോ കോൾ ചെയ്യാൻ ആളുണ്ടല്ലോ എന്നൊക്കെ സമയത്ത് ഇവരതിൽ വിട്ടുപോകും കേസ്. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. പിന്നെ അതൊരു സെലിബ്രിറ്റി കൂടി ആയിട്ടുണ്ടെങ്കിൽ സന്തോഷം ഇങ്ങനൊരു സംഭവം ഉണ്ടായിരിക്കും. പിന്നെ വേറെ എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ പലപ്പോഴുള്ളൊരു വിഷയം എന്താ വെച്ചാൽ നമുക്ക് ജീവിക്കാനുള്ള കാശുണ്ടാക്കുന്നതിന് വല്ല ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്ന അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ഒരു തേപ്പ് കിട്ടിയിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ബ്രേക്ക് ആവുന്നതിൻ്റെ ഒരു വിഷയങ്ങളൊക്കെ ആയിരിക്കും പലപ്പോഴും നമ്മുടെ ഒരു വിഷയം ഉണ്ടായിരിക്കും.
പക്ഷേ അത്യാവശ്യം കാശുള്ള ആളുകളുടെ ഒരു വിഷയം എന്താ വെച്ചാൽ ഇവരുടെ കുറേ പ്രശ്നങ്ങൾ തീർക്കാനും ട്രാവൽ ചെയ്യാനൊക്കെ ഉള്ള പൈസ ഇവരുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു സാധനം, അല്ലെങ്കിൽ ഇവർക്ക് കെയർ വേണ്ടത്ര കിട്ടുന്നില്ല, ഈ ഒരു സാധനമൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവർക്ക് എന്താ വെച്ചാൽ ഈ കാശ് എറിഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ കാശ് കണ്ടിട്ട് വരുന്ന കുറേ ആളുകളുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ വേറൊരു രീതിയിലായിരിക്കും ഗൈസ്. ഇതൊരു സാധാരണ രീതിയിലുള്ള, അല്ലെങ്കിൽ അത്ര കാശൊന്നുമില്ല കയ്യിലില്ലാത്ത ഒരു അങ്ങനെയുള്ള അത്യാവശ്യം മോറൽ വാല്യൂസ് എത്തിക്സൊക്കെ ഉള്ള ഇവർക്ക് എത്തിക്സ് ഇല്ല എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു. ഞാൻ വിക്ടിമിനെ അപമാനിക്കണതല്ല ചെയ്യണത്, അങ്ങനെയല്ല, അങ്ങനെ വിചാരിക്കരുത്. പറഞ്ഞു ഷിയാസ് കരീമിനെ പോലുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നിലപാടുകളൊക്കെ പറയുന്ന അങ്ങനെയുള്ള ഒരാളായിട്ടാണോ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത്? അല്ലല്ലോ. അതെന്താ അങ്ങനെ? അതാണ് അത്. ഇവർ കയറി ചെല്ലുന്ന സ്ഥലങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാവും. ഇവർ നല്ല കാശുള്ള ആളുകളുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇവർ സോഷ്യൽ മീഡിയയിൽ അത്ര അങ്ങോട്ട് ആക്റ്റീവ് അല്ലാത്ത ആളുകളായിട്ടാണ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കേണ്ടായിരിക്കുക. പിന്നെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ ആയിട്ടൊക്കെയാണെങ്കിൽ എന്താ വെച്ചാൽ ഓന് വിചാരിക്കുന്നത് കുറച്ചും കൂടി സേഫ് ആണെന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും ഓന്. അതേപോലെ തന്നെ അതായത് അവരെ കെയർ ചെയ്യാനും അവരെ കൂടെ നിർത്താനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാനും ആളുകളില്ല. ഓ, ഞാൻ വലിയ സംഭവമാണെന്നുള്ളൊരു തോന്നൽ ഷിയാസ് കരീമിനെ പോലുള്ള ആളുകളുടെ ഉള്ളിലുണ്ടായിരിക്കും. ഇതിൻ്റെ ഇത് പറഞ്ഞപ്പോഴാണ് ഓജിയുമായി ബന്ധപ്പെട്ട് ഓജി സുനിലുണ്ടല്ലോ, കൊച്ചി ഓജി സുനിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വിവാദങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കും. ഓജി സുനിൽ ഒരു ഷുഗർ ഡാഡിയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പെണ്ണുങ്ങൾ ഓജി സുനിലിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ഓജി സുനിൽ ഇങ്ങനെ കാശ് കൊടുത്ത് ഇങ്ങനെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഓജി സുനിലിന് ഇങ്ങനെ പിമ്പായിട്ട് ചെയ്തുകൊണ്ടുള്ള ഇങ്ങനെയുള്ള കുറേ അനുഭവങ്ങളുണ്ട്, മൂപ്പര് അങ്ങനെയുള്ളൊരു മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ വീഡിയോസ് പലരും ചെയ്യുന്നുണ്ട് കേസ്. ഇതൊക്കെ ആരോപണങ്ങളാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ കണ്ടെത്തിയൊരു സാധനമല്ല. അപ്പോൾ ആളുകൾ ഇങ്ങനെയൊക്കെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇതെന്ത് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആളുകൾ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ബിസിനസ് ട്രിപ്പുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഇങ്ങനെ മെയിൽ എസ്കോട്ടിനെ അല്ലെങ്കിൽ ഫീമെയിൽ എസ്കോട്ടിനെയൊക്കെ ഇവർ തിരഞ്ഞ് കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ സംഭവം ഉണ്ടാവും. അതാണ് നമ്മൾ ജിഗോളോ സെറ്റപ്പ് എന്നുള്ള ലെവലിലേക്ക് പറയുന്നത്, അല്ലെങ്കിൽ ട്രാവലിംഗ് കമ്പാനി എന്നൊക്കെ പലരും പറയും. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മളിവിടെ പറയുന്നത് ഒരു കല്യാണം കഴിച്ചിട്ടും അവൻ 60 വയസ്സുള്ള ഒരു തിയേറ്റർ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സാധനം മനസ്സിലാക്കാം. ഇന്നത്തെ നമ്മുടെ ഈ സമൂഹത്തിൽ ഇൻസെസ്റ്റ്, വൈഫ് സ്വാപ്പിംഗ്, കപ്പിൾ സ്വാപ്പിംഗ്, അതേപോലെ തന്നെ ഇങ്ങനെ ഷുഗർ ഡാഡി, ഷുഗർ മമ്മി, ഇങ്ങനെയുള്ള കുറേ ഗേ, ബൈസെക്ഷൽ, അസെക്ഷൽ, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള റിലേഷൻഷിപ്പുകളുണ്ട് കേസ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന പോലെ സോ കോൾഡ് കൺവെൻഷൻ രീതിയിലുള്ള ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കണു, കല്യാണം കഴിച്ചിട്ട് കുട്ടിയാവണു, അവരെങ്ങനെ ജീവിക്കുന്നു, ചത്തുപോകണു, ഈ ഒരു സാധനമല്ല കേസ്. ഇവിടെ പല ആളുകൾക്കും എന്താ പറയുക, അങ്ങനെ പല രീതിയിലുള്ള ഫാമിലികളിൽ നമ്മളറിയാത്ത പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേസ്. നമ്മളറിഞ്ഞിട്ടും അംഗീകരിക്കാത്ത പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയുള്ള രീതിയിൽ ഷിയാസിനെ സപ്പോർട്ട് ചെയ്തിട്ടും കുറ്റപ്പെടുത്തിയിട്ടും കുറേ ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലരും പറയുന്നത് വെച്ചാൽ ആവശ്യമുള്ളിടത്ത് കൊടുക്കാൻ ആളുകളുണ്ടായിരിക്കും. ഇത് രണ്ടുപേരുടെയും ആവശ്യമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അവസാനം അത് പോൺ സൈറ്റിൽ ആ വീഡിയോസ് ഇടുന്ന് ആയ സമയത്ത്, അങ്ങനെ ഷിയാസ് പറഞ്ഞ സമയത്ത് കംപ്ലൈൻ്റ് ആയിട്ട് വന്നു എന്നുള്ള ഒരു വേർഷൻ പിടിച്ച് വരുന്ന കുറേ ആളുകളുണ്ട് കേസ്. എന്തായാലും അറിയില്ല അതെന്തായാലും സംഭവം എന്ന്. അപ്പോൾ എന്തായാലും അത് അതിൻ്റെ വഴിക്ക് കൊണ്ടായിരിക്കും. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല ആളുകളും 60 വയസ്സുള്ള ഒരുത്തി കല്യാണം കഴിഞ്ഞിട്ട് ഇവനൊരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഇവൻ 60 വയസ്സുള്ള തള്ളേനെ ഇവനത് ഷിയൂക്ക എന്ന് ഷിയു എന്ന് തന്നെ വിളിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു സാധനം, അവൻ എങ്ങനെ തോന്നുന്നു അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ ഒരു നിലവാരക്കുറവല്ല, ഞാനിപ്പോൾ എന്തായാലും പറയും. വേറെ ഒരു ഇത് പറയുമ്പോൾ ഇപ്പോൾ ചില ആളുകളുടെ ഒരുത്തരെ വേണ്ട പേര് പറയട്ടെ, മൂപ്പര് പറഞ്ഞു 60 വയസ്സുള്ള ഒരുത്തിയായിട്ട്, ഉമ്മയുടെ പ്രായമുള്ള ഒരുത്തിയായിട്ട് ഇവൻ എങ്ങനെ തോന്നുന്നു ഇത് എന്നൊക്കെ. അതെന്താ അങ്ങനെ തോന്നിക്കൂടി? അങ്ങനെ തോന്നിക്കൂടി? ഞാൻ ഈ വിഷയമല്ല പറയുന്നത്, അങ്ങനെ ഇത് മാത്രം എടുക്കും. ഒരു 30 വയസ്സുള്ള ഒരുത്തനും ഒരു 60-65 വയസ്സുള്ള ഒരുത്തിയായിട്ട് എന്താ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ? ഇതല്ലാട്ടെ ഞാൻ പറഞ്ഞു, വീണ്ടും പറയുന്നത് ഈ വിഷയമല്ല, ഞാൻ ഈ പോയിന്റിന് വെച്ചിട്ട് പറയണം, അങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേസ്. പല ഇൻസെസ്റ്റ്യൂർ റിലേഷൻഷിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഫാമിലികളിൽ, അമ്മയായിട്ടും അച്ഛനായിട്ടും ഒക്കെ, ഇങ്ങനെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് പ്രായത്തിൻ്റെ ഒരു സംഗതികൾ അങ്ങനെ വരുന്നില്ലേ. അപ്പോൾ ഇത് സോ കോൾഡ് സദാചാര മലയാളി എന്തൊക്കെയായിരുന്നു വെച്ചാൽ പല കാര്യങ്ങളും ഓപ്പൺലി അക്നോളേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേസ്. അവർ അങ്ങനെ അക്നോളേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ വിഷയം എന്നുള്ള ലെവലിൽ ഈ പകൽമാനിയ സോ കോൾഡ് പകൽമാനിയന്മാരുടെ സ്വഭാവം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം.
അപ്പോൾ ഇവിടെ എന്താ കാര്യം, ഞാൻ ഒരു കാര്യം പറയട്ടെ കേസ്, ഞാൻ കണ്ട് പരിചയിച്ചിട്ടുള്ള ഇപ്പോൾ കാര്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംബന്ധിച്ച് പല ആളുകൾ എന്താ വെച്ചാൽ കള്ള്, കഞ്ചാവ്, പെണ്ണ്, കാശ്, ഈ ഒരു ഇക്വേഷനിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ഒരു രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ടീംസാണ് കേസ്. അല്ലാണ്ട് കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ലെവലിലെത്തി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഇടപെട്ട് അങ്ങനെയുള്ള ആളുകൾ ഇന്ന് നരകിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ കേസ്. ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് വേണ്ടത് കാശ്, എൻജോയ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ്, പണം, പെണ്ണ് അല്ലെങ്കിൽ ചെക്കൻ, സെക്സ്, ഈ ഒരു സംഗതിയാണ് സെക്സ്. അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സംഗതികളൊക്കെ. അപ്പോൾ ഇഷ്ടംപോലെ ജിഗോളുകളുണ്ട്, ഇഷ്ടംപോലെ ഷുഗർ ഡാഡീസ് ഉണ്ട്, ഇഷ്ടംപോലെ ഷുഗർ മമ്മീസ് ഈ ലോകത്തുണ്ട്, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, അങ്ങനൊരു സാധനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. അത്രയുള്ളൂ കേസ്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് സാധനങ്ങൾ കൂടി ഈ ഒരു സംഗതിയിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് മാത്രം. എന്തായാലും ഷിയാസ് കരീമും മറ്റേ ലേഡി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അവർ ഹാപ്പി ആയിരുന്നു കുറച്ച് കാലത്തേക്ക്. പിന്നെ മൂപ്പരുടെ ഇത് കുറേ കാശ് മൂപ്പർക്ക് കൊടുത്തിരുന്നു, മൂപ്പര് വാങ്ങുകയും ചെയ്തിരുന്നു, കിട്ടുന്നത് ഉറപ്പുള്ളവർക്കൊന്നും മൂപ്പര് വാങ്ങി. അപ്പോൾ ഇവർ കുറേ കാലം ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ ഓക്കെ, ഹാപ്പി എന്ന് പറഞ്ഞില്ലെങ്കിൽ ഓക്കെ ആയിരുന്നു, ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. കുറേ ന്യൂഡ് ഫോട്ടോസും വീഡിയോസും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവർ സെക്സിൻ്റെ ടൈമിലുള്ള സംഗതികളെന്നൊക്കെയാണ് പറയുന്നത് കേസ്. അപ്പോൾ പിന്നീട് പോൺ സൈറ്റിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് പിന്നെ അത് കേസായി മാറി എന്നുള്ളൊരു സംഭവം കേസ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേസ്. ആദ്യമായിട്ടാണ് ചാനൽ കണ്ടെങ്കിൽ കൺസിഡർ സബ്സ്ക്രൈബിങ്. നമ്മുടെ ഒരു കുഞ്ഞു ചാനലാണ്, നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ചെയ്തിട്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ട് എൻ്റേതായിട്ടുള്ള യൂണീക്കായിട്ടുള്ള ഒരു പേഴ്സ്പെക്റ്റീവിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേസ്. ചില അഭിപ്രായങ്ങളൊന്നും നിങ്ങൾക്ക് ഒട്ടും തയ്ക്കണില്ലായിരിക്കും, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊരു സാധനം എന്നൊക്കെ തോന്നുന്നുണ്ടായിരിക്കും. എന്തായാലും കമൻറ്റ് ചെയ്യുക ഗൈസ്.